വേണ്ടാന്ന് തന്നെ വേണ്ടാന്ന് എന്താ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്ന് പറയണത് ഒരു ദിവസത്തെ അല്ല 2-3 ദിവസത്തെ കുറേശ്ശെ ഭാഗങ്ങൾ ഞാൻ ഇതിലാണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതാദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് രാവിലത്തെ വിശേഷങ്ങൾ തന്നെയാണ്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ രാവിലത്തെ ചായക്ക് കടി ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തലേദിവസം തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മാവൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഇഡ്ഡലിത്തട്ടിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാം, ഞാൻ ഇഡ്ഡലിത്തട്ട് വാങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുതിയ ഒരു വാടകയ്ക്കൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ ഓരോന്നായിട്ട് അങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തതൊക്കെ വലിയ സാധനങ്ങളൊന്നും നമ്മളില്ലാത്ത വാങ്ങിക്കാൻ പറ്റില്ല. എന്നാലും ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ രാവിലെ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് നമുക്കറിയുക. ഓരോ ദിവസങ്ങളും നമ്മൾ അതായത് രാവിലത്തെ ചായ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് ഓരോ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നടക്കുകയുള്ളൂ. അതില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്തെങ്കിലും പാത്രത്തിൽ വെച്ച് വല്ല കറിയോ അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടോ. അപ്പോൾ വാങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ഉണ്ടാക്കാൻ കേട്ടത്. അപ്പോൾ 2 തട്ടുള്ളതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനുള്ള ആ ഒരു തട്ടും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് എനിക്കിഷ്ടം സാമ്പാറാണ് കേട്ടോ. അത് ആ ഒരു സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഉള്ള കഷ്ണങ്ങളൊക്കെ വിട്ടിട്ട് കുറച്ച് മല്ലിയിലയും കായോ നിർബന്ധമാണ് സാമ്പാർ പൊടി. ബാക്കി അങ്ങനെ കഷ്ണങ്ങളെല്ലാം അതായത് പച്ചക്കറി ഐറ്റംസ് എല്ലാം വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാനങ്ങനെ കയ്യിലുള്ള കുറച്ച് പച്ചക്കറിയൊക്കെ വെച്ചിട്ട് കുറച്ച് മല്ലിയിലയും കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കുഞ്ഞൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് മാത്രം. പിന്നെ താത്തയ്ക്ക് ചട്നി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചട്നിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചക്കത്തേക്ക് എന്ന് പറയുന്നത് കുമ്പളങ്ങയും ചേമ്പും ചെറിയ ചേമ്പിൻ്റെതും കൂടെ ഇട്ടിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടൊരു കൂട്ടാനാക്കി ഉണ്ടാക്കിയെടുക്കുക. കറി അല്ലാണ്ട് കൂട്ടാനാക്കി എടുക്കുക. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവർക്ക് ചോറിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതാ നമ്മളെ പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഞാനിങ്ങനെ 4 മണി ചായക്കും കുട്ടിയൊക്കെ തന്നെ കൊടുക്കല്ലോ കേട്ടോ. ഇഡ്ഡലി അതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ മാവ് ഇടിച്ച് വയ്ക്കും, എന്നിട്ട് വൈകുന്നേരത്ത് ചൂടോടെ ഉണ്ടാക്കും. ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇഡ്ഡലി പാത്രം വാങ്ങിയിട്ട് ഇപ്പോൾ അത് ആദ്യമായിട്ടാണ്. അപ്പോൾ കൂടുതലെല്ലാം ഉണ്ടാക്കി വയ്ക്കുക, എന്നിട്ട് വൈകുന്നേരം ഒന്നും കൂടി ഇഡ്ഡലി തട്ടിലിട്ടിട്ട് ആവി കയറ്റിയെടുത്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചോറും സാമ്പാറും അതുപോലെ തന്നെ ചട്നി ആയിട്ടുണ്ട്. നമ്മളെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കിഴങ്ങൊക്കെ ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് കിഴങ്ങ് പൊരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേക്കും ഞാൻ അടുക്കളയിലെ പരിപാടികൾ നോക്കിയിരുന്നു. അപ്പോഴത്തേക്കും കിച്ചുമോൾ എണീറ്റ് വന്നിട്ട് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലതാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ രാവിലെ കുളിക്കൂല നനയ്ക്കൂല അങ്ങനത്തെ ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് ആ പൂവിടാൻ വേണ്ടിയിട്ടുള്ള അടുക്കളത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. പൂവ് നമ്മൾ വാങ്ങി വെച്ചതില്ലായിരുന്നു. അപ്പോൾ അതാ ഇവിടെ തന്നെ ഈ ഒരു മുറ്റത്ത് അവിടെ 1-2 പൂക്കളൊക്കെ ഉണ്ട്. ചെമ്പരത്തിയും പിന്നെ ഈ വെള്ളപ്പൂവിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. പിന്നെ തുളസിയും അതൊക്കെ കൊണ്ട് പറിച്ചിട്ട് അവിടെ തട്ടിക്കൂട്ടിയിട്ട് പൂവൊക്കെ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. മുറ്റത്തിൻ്റെ അവസ്ഥ കണ്ടോ, ആകെ അങ്ങോട്ട് കാട് മൂടി കിടക്കണം കേട്ടോ. ഒരു തവണ ഞാനിത് നമ്മളൊരു മെഷീൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്, കളഞ്ഞതാണ്. പക്ഷേ പിന്നെ വന്നു. അപ്പോൾ നമ്മളിവിടെ ഈ പറമ്പിലുള്ള 1-2 പൂവൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു പൂവൊക്കെ ഇട്ടണത്. പിന്നെ അപ്പുറത്തുനിന്ന് കുട്ടികൾ ആരോ കൊണ്ടുവന്നെടുത്തിട്ടുണ്ട് ചെമ്പരത്തിയൊക്കെ കിച്ചുമ്പോൾക്ക്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ടാണ് തട്ടിക്കൂട്ടി. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. അതും നമ്മൾ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള, അതായത് ഇത് കിച്ചുമ്പോൾ തന്നെ ഇട്ടതാണ്, പൂവൊന്നും വല്ലാതല്ല. അപ്പോൾ അത് തട്ടിക്കൂട്ടിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മലപ്പുറം വരെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ നല്ല കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു എന്ന്. അപ്പോൾ അത് ഞാൻ കുറച്ചധികം ഉണ്ട് മാവ് വെള്ളത്തിലിങ്ങനെ, അതായത് അരി ഇട്ടപ്പോൾ തന്നെ കുറച്ച് അധികം ഇട്ടായിരുന്നു, 2 ദിവസമൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ഉള്ളതിൽ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഡ്ഡലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്നും കൂടെ ആവിയൊക്കെ കയറ്റിയെടുത്തു. പിന്നെ കുക്കിംഗ് പരിപാടികളൊക്കെ വേണ്ട കഴിച്ചിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി റെഡിയായി. 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ എൻ്റെ കൂടെ 5 ആണുള്ളത്. അപ്പോൾ 5 അവിടുന്ന് ബസ് കയറും. ഞാൻ ഇവിടുന്ന് എൻ്റെ വണ്ടിക്ക് പോയിട്ട് നിലമ്പൂർ സ്റ്റാൻഡിൽ എൻ്റെ വണ്ടി നിർത്തിയിട്ട് ബസ്സിന് കയറും. അവൾ വരുന്ന ബസ് പറഞ്ഞിട്ടുണ്ടത്, ആ ബസ്സിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് കയറി അങ്ങനെ ഒരുമിച്ചാണ് പോണത്. അപ്പോൾ മലപ്പുറത്തേക്ക് ഞങ്ങൾ കോടതിക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഏതാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള സിവിൽ സ്റ്റേഷൻ്റെ അകത്തുകൂടെയാണ് ഈ വഴി. കോർട്ടിലൊക്കെ പോയവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സിവിൽ സ്റ്റേഷനിൽ ആദ്യമായിട്ടല്ല, മുമ്പ് ഞാൻ എൻ്റെ SLC ബുക്കിൽ ചെറിയൊരു ഞങ്ങളെ കാസ്റ്റിൽ ഒരു ചെറിയൊരു മാറ്റം വന്നപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ അതിനുശേഷം ഇന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ പാസ്പോർട്ട് ഓഫീസിലും അതും 6 വർഷം മുന്നേ തന്നെയാണ് അങ്ങനെ വന്നിട്ടുണ്ട്. കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്തേക്ക് കുറേ നാളുകൾക്ക് ശേഷം വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ കോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഓരോ സാഹചര്യങ്ങളാണ് നമ്മളെ കണ്ടിട്ടില്ലാത്ത സ്ഥലത്തേക്ക് നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കണത് അല്ലേ. നമുക്ക് പോയേ പറ്റൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും നമ്മളങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ലൈഫിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നിങ്ങളോട് പിന്നീട് എൻ്റെ വീഡിയോസിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ എന്താ പറയുക, ഒരു സീരിയൽ പോലെ അങ്ങനെ നീണ്ടു പോകും. മെഗാ എപ്പിസോഡാക്കി ഉണ്ടാക്കാനുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാളും ഭയങ്കര ചിരിയാണ്. കാരണം വേറൊന്നുമല്ല, ഞങ്ങൾ ഡോറാബുജി വഴി തേടി പോണ പോലെ പലരോടും ചോദിച്ചറിഞ്ഞിട്ടാണ് പോണത് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, റൈറ്റും ലെഫ്റ്റുമായിട്ട് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ എവിടെയാണ് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇതാണ് 5 കേട്ടോ. അപ്പോൾ ഏതായാലും പോയ കാര്യമൊക്കെ നടത്തി ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട്. പിറ്റേന്ന് എന്തോ ഒരു അവധി ദിവസമായിരുന്നു, കുട്ടികൾക്ക് ക്ലാസ്സില്ല. അപ്പോൾ കിച്ചുമോളും എന്നെയും കൂടി സ്പോർട്സിന് പോകുന്നൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ ഞാൻ. അവരങ്ങനെ നടന്നു പോയപ്പോൾ ജസ്റ്റ് വെറുതെ അങ്ങനെ എടുത്തു. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഈ വീഡിയോസൊക്കെ അവിടെ പെൻഡിങ് ആയി കിടക്കുന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ വീണ്ടും ഇതാ ഇഡ്ഡലി തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറുണ്ടെങ്കിൽ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോസാണ് കാണിക്കണത്. അപ്പോൾ ഒന്ന് മീൻ വറുത്തതും ഉണ്ട്, പിന്നെ ചേമ്പും ഇതൊക്കെ വെച്ച് കറി ഉണ്ടാക്കിയതാണ്, കുമ്പളങ്ങയും. പിന്നെ കിച്ചുമ്പോൾക്ക് ഒരു മീൻ വേണമെന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ചോറിൻ്റെ പാത്രത്തിൽ ഒരു മീനും കൂടെ വെച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് പൂവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പൂവ് വാങ്ങിയിടുകയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു പരാതി വേണ്ടാന്ന് പറഞ്ഞിട്ട് പൂവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പൂവ് വെച്ചിട്ട് ഞങ്ങൾ ശരിക്കും 3-4 ദിവസം കണ്ടിട്ടു കേട്ടോ. അതിപ്പോൾ എത്രയ്ക്ക് വാങ്ങിയൊരു ഓർമ്മയില്ല, പക്ഷെ 4 ദിവസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേതായാലും ഞങ്ങൾക്ക് നല്ലോണം മുതലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ് കേട്ടോ പിന്നെ വോയിസോ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ റോട്ടിൽ കൂടെ വണ്ടി പോണ സൗണ്ട് അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നിട്ട് ഇതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ ഈ റോട്ടിൽ കൂടെ മീൻകാരം എന്നും വരും കേട്ടോ. 8 മണിയാകുമ്പോഴത്തേക്ക് വരലുണ്ട്. പക്ഷെ ഞാനതങ്ങനെ ഒന്നാമത് പൂക്കോട്ടുപാടം പോകുമ്പോൾ വാങ്ങിക്കും, അതല്ലെങ്കിൽ നമ്മളെന്നും വാങ്ങിക്കാത്തതുകൊണ്ടാണ് മീൻ. അതല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി വരുമ്പോഴോ അങ്ങനെയൊക്കെയാണ് വാങ്ങിക്കൽ. അപ്പോൾ ഇന്ന് ഏതായാലും കിച്ചുമ്പോൾ പറയുന്നുണ്ട്, അമ്മ മീൻ വരുന്നുണ്ട്, നമുക്ക് മീൻ വാങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് പുറത്തൊന്നും പോകണമില്ല, എന്നാ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. കാരണം മീനായാൽ പിന്നെ കറികളൊക്കെ റെഡിയായല്ലോ. അപ്പോൾ അവൾ 100 രൂപയ്ക്ക് അയിലയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ കുറച്ച് കറി വെച്ചു, കുറച്ച് വറക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, 2-3 ദിവസത്തെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഫോണിൽ എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു. പിന്നെ എനിക്ക് പറയാനുള്ള വിശേഷങ്ങളൊക്കെ പിന്നീട് ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് ആരും ഇപ്പോൾ ചോദിക്കണ്ട, എന്തിനാണ് പോയത് ഏതാണെന്നുള്ളതൊന്നും 100 ക്വസ്റ്റ്യൻസ് വരുമെന്നറിയാം. അപ്പോൾ ഞാൻ എല്ലാതും പിന്നീട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബൈ.